ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മക്കൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ണ് തെറ്റി ഞാൻ പറഞ്ഞത് പുറത്താണ്. പിന്നെ കയറണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. പിന്നെ നമുക്കും പാവം തോന്നാൻ തുടങ്ങി. എന്നും അടച്ച് പൂട്ടിയിടല്ലേ, നമുക്കാണെങ്കിൽ ഇറിറ്റേഷൻ ആവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം രാവിലെ വെയിലില്ലാത്ത സമയം മക്കളെ പുറത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനാണ് കുട്ടൂനെ തീരെ പേടിയില്ലാത്ത. മറ്റാൾക്കാർക്ക് രണ്ടാൾക്കും കുറച്ചെങ്കിലും പേടിയുണ്ട്. ടൂനും കാശീനെ നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് കുരയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ പേടിക്കും. അതാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത്. മറ്റൊരു രണ്ടാളും പോവില്ല കേട്ടോ. അതുകൊണ്ട് അമ്പാടിക്ക് വയ്യ കേട്ടോ. അമ്പാടിക്ക് 2 ദിവസമായിട്ട് എന്താ അറിയില്ല, വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ചൂടായിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ വെച്ചാൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകണോണ്ട് ആകെ ക്ഷീണമാവാണ്. നേരെ നടക്കാനൊന്നിനും ആൾക്ക് വലിയ ഉഷാറില്ല. അല്ലെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് കുറുമ്പും കുസൃതിയൊക്കെ കൂടുതലുള്ള ആളാണ്. ആൾക്ക് വയ്യെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മരുന്ന് തീരെ കുടിക്കില്ല. കാശിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ മരുന്ന് കുടിപ്പിക്കാൻ പാടില്ല. മരുന്ന് പ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്കുള്ള ആകെ ടെൻഷൻ. കാശിക്കൂട്ടം കണ്ടില്ലേ, കാശിക്കൂട്ടം മരുന്ന് എവിടെയെങ്കിലും കണ്ടാൽ മതി അത് എടുത്ത് കുടിക്കും. പക്ഷെ മറ്റോരാണ് കേട്ടോ അതിൽ ബാക്കിക്ക്. അമ്മ ഓരോരുത്തരെ കുളിപ്പിക്കുന്നുണ്ട്. കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവന് വയ്യാത്തതുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കുറുമ്പുണ്ട് കേട്ടോ കുളിക്കാൻ. അല്ലെങ്കിൽ അങ്ങനത്തെ വാശിയൊന്നും ഇല്ല ആൾക്കാർക്ക്. കഴിക്കാൻ കൊടുക്കലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. അപ്പോൾ ഡ്രസ്സ് ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. നമ്മൾ മല്ലുണ്ടാക്കണം കേട്ടോ അവരുമായിട്ട്. ഈ രണ്ടാൾക്കാർ കൂടിയാൽ ഭയങ്കര അടീൻ്റെ ആൾക്കാരാണ്. അമ്പാടി കയറിയിരിക്കുന്നുണ്ട്. അമ്പാടി കാണുന്ന ആളെയല്ല, ഭയങ്കര കടിയാണ് കേട്ടോ. കടിച്ച് കടിച്ച് മുഴുവൻ കാശിക്കുട്ടൻ്റെയൊക്കെ മേത്ത് മുഴുവൻ പാടാണ് കേട്ടോ. കാശി എനിക്കത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരും എവിടെയാണ് കടിച്ചത് എന്നൊക്കെ ഉള്ളത്. പുറത്ത് കൂടെ മൊത്തം നമ്മൾ ഓടി എത്തുമ്പോഴേക്കും അവൻ കടിച്ച് വലിക്കും. അതുകൊണ്ട് അവൻ്റെ 4 പല്ല് ഇങ്ങനെ കാണാം കറക്റ്റായിട്ട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് നല്ല മേക്കപ്പ് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ മക്കൾക്ക്. ഞാൻ എൻ്റെ എല്ലാ പ്രാന്തും ഓരോ മുഖത്ത് കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഉറങ്ങിയാൽ തൊട്ടുമ്പോഴേക്കും എണീക്കട്ടെ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ അവിടെ കിടക്കും. അപ്പം എന്നെ അമ്മേനൊന്നും ചെയ്യാൻ അവർ അയക്കില്ല. അതുകൊണ്ട് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് അവർ തൊടില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഇടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. രാവിലെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമായതുകൊണ്ട് ഈ പണിക്ക് നിൽക്കലില്ല. ഇന്നിപ്പോൾ എന്തായാലും ആൾക്കാർ കുളി കഴിഞ്ഞിട്ട് ഉറക്കത്തിൻ്റെ വലിയ ലക്ഷണമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിക്കാണ് കേട്ടോ ഭയങ്കര മടി ഈ കാര്യത്തിലൊക്കെ. നമ്മൾ പിടിച്ച് വെച്ച് പണി എടുക്കണമെന്ന് അവന് തീരെ ഇഷ്ടമല്ല. അവൻ്റെ വഴിക്ക് ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് അവന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ബലം പിടിച്ചിട്ടൊക്കെ കേട്ടോ പൊട്ടിട്ട് കൊടുക്കണത്. ഇനിയിപ്പോൾ നമ്മൾ 2 ആൾക്ക് പൊട്ടിട്ട് കൊടുത്ത് ഒരാൾക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലൊക്കെ അന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഇവന് മാത്രം ഇല്ലാത്തതെന്നുള്ള ചോദ്യം ഉണ്ടാവും. അത് പൊതുവേ ഞാൻ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ അവനെ പിടിച്ച് വെച്ച് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടുകയാണെങ്കിലും എന്നോട് ചോദിക്കുക എന്താ ഒരാളുടെ അപ്പം മറ്റോരെവിടെ, എന്താ എപ്പോഴും ഇയാളുടെ അപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊന്നും മറുപടി ഇല്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴാണ് ഒരാൾ എണീറ്റിരിക്കണം അവരുടെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾ ഒരുപോലെയാണ്, ഒരുമിച്ച് കിട്ടിയ മക്കളാണ്. അല്ലാണ്ട് അതിൽ നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ദേവുട്ടി ഉറങ്ങി കേട്ടോ. ദേവുട്ടി ഉറങ്ങിയപ്പോൾ ഇതാ ഒരു കുറുമ്പം പോയിട്ട് അതിനെ എണീപ്പിക്കണം. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഉറങ്ങിയ ആൾക്കാരെ പോയി എണീപ്പിക്കും. അതാണ് ഇവരെ കൊണ്ടുള്ള ആകെ പ്രശ്നം. അപ്പോൾ മക്കളുടെ അങ്കൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ടോപ്പ് കണ്ടത്. ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറിൻ്റെ സമയത്തുള്ളതാണ്. അപ്പം ഇതിട്ടപ്പോഴാണ് വലിയ മാറ്റമൊന്നുമില്ല നമുക്ക് എന്നുള്ളത് മനസ്സിലായത്. ആകെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വയറാണ് കേട്ടോ. അപ്പോൾ നല്ല വയറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെ ഏട്ടൻ തന്നെ കളിയാക്കും. എന്താ പറയുക, ചെറുവിരലിൽ കുരു വന്ന പോലെയാണ് വയറ് എന്ന് പറയും. പിന്നെ ചിലർ ഇപ്പം എത്രാം മാസമാണ് 3-ാം മാസമാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചില സമയത്ത് എനിക്ക് വയറുള്ള പോലെ തോന്നില്ല. ചില സമയത്ത് ഈ പറഞ്ഞ നല്ല വയറുള്ള പോലെ തോന്നും. അപ്പോൾ കല്യാണത്തിന് മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ വയറ് ഒട്ടിയൊരു വയറായിരുന്നു. അത് കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പറയലുണ്ടായിരുന്നു, എന്താ ഇങ്ങനെ എനിക്ക് 3 ആളതാക്കി എനിക്ക് അറിയില്ല കേട്ടോ. 3 ആളാണെങ്കിലും എനിക്ക് തീരെ വയറില്ല, അതുപോലെ തടിയില്ല എന്നൊക്കെ പറയും. പക്ഷേ തടിയൊന്നും വന്നിട്ടില്ല. തടി വരാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം നമുക്ക് കുറേ മരുന്നൊക്കെ കഴിക്കുമല്ലോ, കഷായം അല്ല അരിഷ്ടം അങ്ങനെ എന്തൊക്കെ, അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. നമുക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ മക്കൾ മൂപ്പാവാത്തതുകൊണ്ട് അങ്ങനത്തെ ഫുഡ് എണ്ണ ഉള്ള ഐറ്റംസ് ഒന്നും കഴിക്കണ്ട എന്നുള്ളത് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെയും ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടും ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് തടിയിലൊക്കെ കണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് വെറും എല്ലായിട്ട് നടക്കുകയാണ്. പിന്നെ
അതുകൊണ്ട് വലിയ തടിയൊന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും, തോന്നുകയില്ല കേട്ടോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറയും. പക്ഷെ തടി ഇല്ലാത്തത് ചിലപ്പോൾ ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് പ്രസവിച്ച് നീച്ചിട്ട് ഒരു മാറ്റമല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തടി വേണം തോന്നിയിട്ടില്ല കേട്ടോ. അതാണ് അവിടെ നല്ലവരായ നാട്ടുകാരൊക്കെയാണ് പറയുക എന്താ അത് കോലം. പക്ഷെ എന്താ വെച്ചാൽ ഇനി ഇതിലും മോശമാവും, കാരണം അവരെ പിന്നാലെ ഇങ്ങനെ ഓടുകയല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വേറൊരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന കോലം നമ്മൾ ഏകദേശം ഒരു 5-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര വൃത്തികേടായിട്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒരു കുരുവും കൂടി വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മേത്ത് മൊത്തം കുരു എന്ന് പറഞ്ഞാൽ നല്ല വൃത്തികേടായിരുന്നു കേട്ടോ മുഖം. ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമുണ്ടാകും. പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്താ വെച്ചാൽ അത്രയും വൃത്തികേടായിരുന്നു കാണാനായിട്ട്. പിന്നെ എന്താ പറയുക, ഏട്ടനൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര മടി കേട്ടോ. എന്താ വെച്ചാൽ ഏട്ടന് അറപ്പ് തോന്നും എന്നെ കണ്ട. കാരണം ഇവിടെ മുഖത്ത് മാത്രമല്ല കഴുത്ത് കൂടെ ഫുള്ളായിട്ട് കുരുക്കളായിരുന്നു. അത് പഴുത്ത് ഇങ്ങനെ നമുക്കേ കണ്ടു കഴിഞ്ഞാൽ അറപ്പാവും. ഞാൻ കണ്ണാടിയൊന്നും എടുത്ത് നോക്കുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോഴിക്കോട് ഇതുപോലെ കിടന്ന സമയത്ത് ഡോക്ടർ ചോദിച്ചത് ആദ്യം ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ആദ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇതുപോലെ സ്കിൻ ഡോക്ടർ വന്ന് നോക്കി, ഈ മെഡിസിൻസൊക്കെ കയറിയല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഇനി നോക്കുക വേണ്ട വിചാരിച്ചു. എന്താ വെച്ചാൽ അത്രയും വൃത്തികേടായി. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതും റെഡി ആയത്. ഭയങ്കര വൃത്തികേടായിരുന്നു കാണാനായിട്ട്. ഞാനത് മാറില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ മാറി. ഇതൊക്കെ പറഞ്ഞത് എന്തിനാ വെച്ചാൽ സത്യത്തിൽ എനിക്കും അറിയില്ല. ഞാൻ അങ്ങനെ ടോപ്പ് ഇട്ട് നോക്കിയപ്പോൾ വലിയ മാറ്റമൊന്നും തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവരാരും എടുത്ത് കഴിക്കില്ല കേട്ടോ, ഞങ്ങളും കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിനെ ജ്യൂസാക്കാൻ. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും കുടിക്കും. പിന്നെ മക്കളായിക്കോട്ടെ ഇതിങ്ങനെ കൊടുത്താൽ തീരെ കഴിക്കില്ല കേട്ടോ. അവരെയും കൊണ്ട് അപ്പം ആകെ കുടുങ്ങി. ഒന്നാമത് അമ്പാടിക്ക് ഇങ്ങനെ വയറ്റുന്ന ഇങ്ങനെ പോകുന്നത് ചൂടായിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് വലിയവർക്ക് തന്നെ ഇപ്പോഴത്തെ ചൂട് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. പിന്നെ മക്കളുടെ കാര്യം പറയണ്ട. പക്ഷെ അവരൊന്നും കഴിക്കണില്ല, അതൊരു കുഴപ്പം. നമ്മൾ തണുപ്പിനുള്ള എന്തെങ്കിലും കൊടുത്താലും പ്രശ്നമാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തണുപ്പിനുള്ളത് കൊടുത്താൽ അവർക്ക് അപ്പം ജലദോഷമായി. അതാണ് അവരെ കൊണ്ട് പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഇത് തണുപ്പില്ലാണ്ട് കൊടുത്തു നോക്കണം. തീരെ ഒന്നും കൊടുക്കാണ്ടായാലും ശരിയാവില്ല. മൂത്രത്ത് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട മക്കളുടെ അവസ്ഥ. അതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആരും എടുത്ത് കഴിക്കില്ല കേട്ടോ. നമ്മളങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ, അല്ലെങ്കിൽ കയ്യിലെടുത്ത് കൊടുക്കണം. നമ്മളെ കഴിക്കില്ല. പിന്നെ ഇപ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാനുള്ള ഓർമ്മ നമുക്കുണ്ടാവില്ല. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അതിന് ജ്യൂസാക്കട്ടെ. അപ്പോൾ ഇതാ മക്കളും കുടിക്കുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. അത് അങ്ങനെ കൊടുത്ത് നാശാക്കി കളയുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്യുകയാണ് നല്ലത് എന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ ഇയാളാണ് ഒന്നും കുടിക്കാത്ത ആൾ കേട്ടോ, പക്ഷേ ഇയാളും കുടിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പേടി ജലദോഷത്തിൻ്റെ ആണ് കേട്ടോ. ഇനി അതും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങി. അപ്പോൾ ഒന്ന് രാവിലെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഏട്ടനോട് പറഞ്ഞു അവിയൽ കഴിക്കാൻ തോന്നുന്നുണ്ട്, കുറച്ച് കഷ്ണം കൊടുന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ വാങ്ങി കൊടുന്നു പോയി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അവിയൽ, നല്ല ഇഷ്ടമാണ്. ആദ്യം ഞാൻ തീരെ കഴിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ വെറും കയ്യാളാണ് കേട്ടോ, എല്ലാം റെഡിയാക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഇടിച്ചക്ക. അപ്പം എന്തായാലും അതിൻ്റെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ വീട്ടിലുണ്ട്. മക്കൾക്കും ഇതേപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ അമ്പാടി എണീറ്റ്. അമ്പാടിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. ദേവുട്ടി ഇതാ നല്ല കളിയാണ്. ദേവുട്ടി ഇതാ ഓരോ അടി വെച്ചിങ്ങനെ നടക്കും. ഒരു 100 വട്ടം വീഴും കേട്ടോ നടക്കണ കൂട്ടത്തിൽ. അപ്പോൾ കാശൂട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്, അതുകൊണ്ട് അവന് കഴിക്കാൻ കൊടുക്കാൻ കുറച്ച് നേരം വൈകി. പിന്നെ അമ്പാടിയാണെങ്കിൽ കൊടുത്തത് മൊത്തം ഛർദ്ദിച്ച് കളഞ്ഞു കേട്ടോ. വെറും വയറിലാണ് നടക്കണം. ഒന്നാമത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റുന്ന പോകണോണ്ട് ഒന്നും വയറ്റിലില്ല. അപ്പോൾ പിന്നെയും ഞാൻ ഇന്നിപ്പോൾ ഇത് 3-4 പ്രാവശ്യമാണ് കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ അരച്ച് കൊടുക്കണം. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. കോറയാണെങ്കിൽ കൊടുക്കാനും പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാനും എൻ്റെ അമ്പാടിയിൽ നിന്ന് ഭയങ്കര ബിസിയാണ് കേട്ടോ. അമ്പാടിക്ക് നല്ല വയറ്റിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയാസം ഉണ്ടാവരുത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 4-5 ദിവസം ഉണ്ടാവുന്നതാണ് കേട്ടോ മരുന്ന് കൊടുത്താലും. അപ്പോൾ അവനാണെങ്കിൽ വയറുവേദന ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ മറ്റവരെയും കൊണ്ട് ആകെ കുടുങ്ങിയത്. ഇവന് ഇങ്ങനെ പോകുമ്പോഴേക്കും
നിലത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാന്താണ്. അതുകൊണ്ട് സ്നെഗ്ഗി ഇട്ടിട്ടാണെങ്കിൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതാവുന്നതുകൊണ്ട് സ്നെഗ്ഗി ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവൻ ഒന്നാമത് സ്നെഗ്ഗി പറ്റില്ല, അമ്പാടിക്ക് കുറച്ച് സമയം ഇടുമ്പോഴേക്കും കുരു അതും ഇതൊക്കെ വരികയാണ്. അവനാണ് തീരെ പറ്റാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ആൾക്ക് നല്ല ക്ഷീണമുണ്ട്, അങ്ങനെ നല്ലപോലെ ഇന്നലത്തെക്കാട്ടിലൊന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം അതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ടേ ബിസിയാണ്. ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞന്ന്. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടി ഉണ്ടാവും. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നല്ലേ തുടങ്ങിയത്. അപ്പം എന്തായാലും 2 ദിവസം കൂടി ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്നിങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ വിചാരിച്ചു, പക്ഷേ മറ്റാൾക്ക് വയ്യ. അപ്പോൾ അവൻ അങ്ങനെ മേത്തുനിന്ന് ഇറങ്ങണില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുറുമ്പും കാര്യങ്ങളും കാണിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവനെ എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.